ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇതിൽ നമ്മൾ 5 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ അപ്പോയിൻമെന്റ് ആൻഡ് കൺട്രോൾ ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്, സെക്കൻഡ് ജൂറിസ്ഡിക്ഷൻ, തേർഡ് ജനറൽ പവർ, ഫോർത്ത് ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് ഈച്ച് അതോറിറ്റി, ഫിഫ്ത്ത് മേജർ പവേഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്താ നോക്കാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ IT ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. ഇതൊരു ഗവൺമെന്റ് ഏജൻസിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കളക്ട് ചെയ്യുന്ന ഇൻകം ടാക്സ് മോണിറ്റർ ചെയ്യുക എന്നതാണ് ഇവരുടെ ഡ്യൂട്ടി. ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഓഫ് ദി മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇന്ത്യൻ പാർലമെന്റ് പാസ് ചെയ്യുന്ന ഡയറക്റ്റ് ടാക്സ് ലോസ് ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നത് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് 2 ടൈപ്സ് ഓഫ് അതോറിറ്റീസ് ഉണ്ട്. ഒന്ന് എക്സിക്യൂട്ടീവ് അതോറിറ്റീസ്, സെക്കൻഡ് ജുഡീഷ്യൽ അതോറിറ്റീസ്. എക്സിക്യൂട്ടീവ് അതോറിറ്റീസ് എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് വെച്ചാൽ ഇൻകം ടാക്സിലുള്ള പ്രൊവിഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സിക്യൂട്ടീവ് അതോറിറ്റീസ് ഡീൽ ചെയ്യുന്നത്. ജുഡീഷ്യൽ അതോറിറ്റീസ് എന്ന് പറയുന്നത് ലീഗൽ മാറ്റേഴ്സ് ആണ് ജുഡീഷ്യൽ അതോറിറ്റീസ് ഡീൽ ചെയ്യുന്നത്. ഈ 2 അതോറിറ്റീസും കോമൺ ആയി നോക്കിക്കാണേണ്ട 2 കാര്യങ്ങളുണ്ട്. അതായത് ഒഫൻസസ് ക്രിയേറ്റ് ചെയ്തവർ പെനാൽറ്റി പേ ചെയ്യുന്നുണ്ടോ എന്നും, അതേപോലെ തന്നെ ഹോണസ്റ്റ് ടാക്സ് പേയേഴ്സ് ട്രൂ ജസ്റ്റിസ് നൽകുന്നുണ്ടോ എന്നും നോക്കേണ്ടത് ഈ 2 അതോറിറ്റീസിൻ്റെയും മെയിൻ ഫങ്ഷൻ ആണ്. ഇനി നമുക്ക് ഇൻകം ടാക്സ് അതോറിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സെക്ഷൻ 160. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ ഒരു 10 ഇൻകം ടാക്സ് അതോറിറ്റീസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് വൺ പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, സെക്കൻഡ് ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് ഓർ ചീഫ് കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ്, തേർഡ് ഡയറക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഓർ കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഓർ കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അപ്പീൽസ്, ഫോർത്ത് additional directors of income tax or additional commissioners of income tax or additional commissioners of income tax appeals, fifth joint directors of income tax or joint commissioners of income tax, sixth deputy directors of income tax or deputy commissioners of income tax or deputy commissioners of income tax appeals, seventh assistant directors of income tax or assistant commissioner of income tax, eighth income tax officers, ninth tax recovery officers, 10th inspectors of income tax. ഇതാണ് നമ്മുടെ ഇൻകം ടാക്സ് അതോറിറ്റീസിൽ വരുന്ന 10 അതോറിറ്റീസ്. ഇനി നമുക്ക് അപ്പോയിൻമെന്റ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് നോക്കാം. ഇതിൽ പറയുന്നത് നമ്മുടെ ഇൻകം ടാക്സ് അതോറിറ്റീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. എന്താണ്? ഇൻകം ടാക്സ് അതോറിറ്റീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെക്കൻഡ് കേസിൽ പറയുന്നത് എന്താ വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് ഓതറൈസ് ചെയ്യുന്ന ബോർഡിന് അസിസ്റ്റന്റ് കമ്മീഷണറിൻ്റെയോ ഡെപ്യൂട്ടി കമ്മീഷണറിൻ്റെയോ ബിലോ റാങ്കിൽ വരുന്ന ഇൻകം ടാക്സ് അതോറിറ്റീസിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. സെൻട്രൽ ഗവൺമെന്റ് ഓതറൈസ് ചെയ്യുന്ന ബോർഡിന് അസിസ്റ്റന്റ് കമ്മീഷണറിൻ്റെയോ ഡെപ്യൂട്ടി കമ്മീഷണറിൻ്റെയോ ബിലോ റാങ്കിൽ വരുന്ന ടാക്സ് അതോറിറ്റീസിനെ അപ്പോയിന്റ് ചെയ്യാൻ കഴിയും. തേർഡ് പറയുന്നത് ബോർഡ് ഓതറൈസ് ചെയ്യുന്ന ഇൻകം ടാക്സ് അതോറിറ്റിക്ക് എക്സിക്യൂട്ടീവ് ഓർ മിനിസ്ട്രൽ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യാം. ബോർഡ് ഓതറൈസ് ചെയ്യുന്ന ഇൻകം ടാക്സ് അതോറിറ്റിക്ക് എക്സിക്യൂട്ടീവ് ഓർ മിനിസ്ട്രൽ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യാം. ഇനി അടുത്ത ടോപ്പിക് കൺട്രോൾ ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇതിൽ പറയുന്നത് നമ്മുടെ ഇൻകം ടാക്സ് അതോറിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ബോർഡാണ്. ബോർഡ് എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. അപ്പം നമ്മുടെ ഇൻകം ടാക്സ് അതോറിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ബോർഡാണ്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് ഇൻസ്ട്രക്ഷൻസ് ടു സബോർഡിനേറ്റ് അതോറിറ്റീസ് ആണ്. ഇൻസ്ട്രക്ഷൻസ് ടു സബോർഡിനേറ്റ് അതോറിറ്റീസ്. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സബോർഡിനേറ്റ് അതോറിറ്റീസിന് ഇൻകം ടാക്സ് അതോറിറ്റീസിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും ഓർഡേഴ്സ് കൊടുക്കുന്നതും ഡയറക്ഷൻസ് കൊടുക്കുന്നതൊക്കെ ബോർഡാണ്. അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സ് അതോറിറ്റീസിനൊക്കെ ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും കൊടുക്കുന്നത്. പക്ഷേ ഈ ബോർഡ് കൊടുക്കാൻ പാടാത്ത ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും ഉണ്ട്.
ഒന്ന് എന്താന്ന് പറയുന്നത്, നമ്മൾ ഓരോ കേസും സെറ്റിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിൽ അല്ലെങ്കിൽ ലോ ഇൻസിസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അത് സെറ്റിൽ ചെയ്യേണ്ടത്. പക്ഷേ ഒരാളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ ആ ഒരു കേസ്, ഒരു പർട്ടിക്കുലർ കേസ് പർട്ടിക്കുലർ മാനറിൽ ഡിസ്പോസ് ചെയ്യാനുള്ള ഓർഡേഴ്സ് കൊടുക്കാനുള്ള റൈറ്റ് ബോർഡിനില്ല. പിന്നെ പറയുന്നത്, ഈ കമ്മീഷണറിൻ്റെ പവറിൻ്റെ മുകളിൽ ഇൻ്റർഫിയർ ചെയ്യാനുള്ള ഓർഡർ കൊടുക്കാനുള്ള റൈറ്റും ബോർഡിനില്ല. പിന്നെ ബോർഡിനുള്ള കുറച്ച് സ്പെഷ്യൽ പവേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബോർഡിനിപ്പോൾ തോന്നുകയാണ് ചില കേസ് അത് പബ്ലിക്കിന് നെസസറി ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ബോർഡിന് തോന്നുകയാണെങ്കിൽ ബോർഡിന് ആ ഒരു ജനറൽ ഇൻഫോർമേഷൻ പ്രിസ്ക്രൈബ്ഡ് മാനറിൽ പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ബോർഡിന് പബ്ലിക്കിന് നെസസറി ആണെന്ന് തോന്നുന്ന ഒരു ഒപ്പീനിയൻ, ജനറൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു ജനറൽ ഇൻഫോർമേഷൻ പ്രിസ്ക്രൈബ്ഡ് മാനറിൽ പബ്ലിഷ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ പറയുന്നത്, ബോർഡിന് എന്തെങ്കിലും ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഹാർഡ്ഷിപ്പ്, അതായത് ഏതെങ്കിലും ഒരു കേസോ ക്ലാസ് ഓഫ് കേസസിൻ്റെ കാര്യത്തിൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഹാർഡ്ഷിപ്പ് അവോയ്ഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിലും അതും ലോ പ്രകാരം ബോർഡിന് അതിനെ ഡീൽ ചെയ്യാം. ബോർഡിന് ലോ പ്രകാരം ഡീൽ ചെയ്യാം. അതായത് ലോയിൽ പറയുന്ന രീതിയിൽ ആ ഒരു കേസിനെ ബോർഡിന് ഡീൽ ചെയ്യാം. ഇനി നമുക്ക് ജൂറിസ്ഡിക്ഷൻ എന്താണെന്ന് നോക്കാം. ജൂറിസ്ഡിക്ഷൻ മീൻസ് ലീഗൽ അതോറിറ്റി ഓവർ എ സർട്ടൻ ഏരിയ ഓർ സർട്ടൻ പേഴ്സൺ. ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഗൽ അതോറിറ്റി ഓവർ എ സർട്ടൻ ഏരിയ ഓർ സർട്ടൻ പേഴ്സൺ. ഈ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഒരു സർട്ടൻ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു സർട്ടൻ ക്ലാസ് ഓഫ് പേഴ്സൻ്റെ ഓവർ വരുന്ന ഒരു ലീഗൽ അതോറിറ്റി അല്ലെങ്കിൽ ലീഗൽ ബോഡീനെയാണ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ ജുഡീഷ്യൽ അതോറിറ്റി ഡീൽ ചെയ്യുന്നത് ലീഗൽ മാറ്റേഴ്സ് ആണ്. അതായത് ലീഗൽ മാറ്റേഴ്സ് ആണ് ഈ ജുഡീഷ്യൽ അതോറിറ്റി ഡീൽ ചെയ്യുന്നത്. അതായത് സ്യൂട്ട്സ്, കേസസ്, അപ്പീൽസ് ഒക്കെ. ഇനി ജൂറിസ്ഡിക്ഷൻ ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഇൻകം ടാക്സ് അതോറിറ്റീസ് CBDT ഇഷ്യൂ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കണം അവരുടെ പവേഴ്സ് പെർഫോം ചെയ്യേണ്ടത്. ഇൻകം ടാക്സ് അതോറിറ്റീസ് CBDT ഇഷ്യൂ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കണം അവരുടെ പവേഴ്സ് പെർഫോം ചെയ്യേണ്ടത്. പിന്നെ പറയുന്നത്, ഈ ബോർഡിന്, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിന് ഒരു ഹയർ റാങ്കിലുള്ള ഇൻകം ടാക്സ് അതോറിറ്റീൻ്റെ അടുത്ത് ലോവർ റാങ്കിലുള്ള ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് ഹയർ റാങ്കിലുള്ള ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ അടുത്ത് ലോവർ റാങ്കത്തെ ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി കമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് CBDTക്ക് ഉണ്ട്. പിന്നെ പറയുന്നത്, CBDT ഡയറക്ഷൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഒരു 4 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. CBDT ഡയറക്ഷൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട 4 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 1, ടെറിട്ടറിയൽ ഏരിയ. 2, പേഴ്സൺസ് ഓർ ക്ലാസസ് ഓഫ് പേഴ്സൺസ്. 3, ഇൻകംസ് ഓർ ക്ലാസസ് ഓഫ് ഇൻകംസ്. 4, കേസസ് ഓർ ക്ലാസസ് ഓഫ് കേസസ്. പിന്നെ പറയുന്നത്, CBDTക്ക് ഡയറക്ടർ ജനറലിൻ്റെ അടുത്തോ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സിൻ്റെ അടുത്തോ വേറെ ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ, അതായത് അതർ ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ജൂറിസ്ഡിക്ഷൻ ഓഫ് അസസിംഗ് ഓഫീസർ. സെക്ഷൻ 124. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഈ അസസിംഗ് ഓഫീസർക്ക് അവരുടേതായ ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അതായത് അവർക്ക് അവരുടേതായ ഒരു ഏരിയ ഓഫ് പെർഫോമൻസും ക്ലാസസ് ഓഫ് പേഴ്സൺസ് ഉണ്ട്. ആ ഒരു ഏരിയൻ്റെയും ആ ഒരു ക്ലാസസ് ഓഫ് പേഴ്സൺസിൻ്റെയും ഉള്ളിലായിരിക്കണം അസസിംഗ് ഓഫീസർ പെർഫോം ചെയ്യേണ്ടത്. പിന്നെ ഈ അസസിംഗ് ഓഫീസറിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു കാര്യവും വേറൊരു പേഴ്സണ് വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അസസിംഗ് ഓഫീസറിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു കാര്യവും വേറൊരു പേഴ്സണ് വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഈ അസസിംഗ് ഓഫീസറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ എന്താണ്? അസസീസിൻ്റെ റിട്ടേൺസ് റിസീവ് ചെയ്യുക എന്നതാണ്.
പിന്നെ പവർ ടു ട്രാൻസ്ഫർ കേസസ് സെക്ഷൻ 127. ഒരു ആക്സസിംഗ് ഓഫീസറിന്റെ കേസ് വേറൊരു സബോർഡിനേറ്റ് ആക്സസിംഗ് ഓഫീസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പവർ ഉള്ളത് ഡയറക്ടർ ജനറൽ, ചീഫ് കമ്മീഷണർ, കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിനാണ്. ഒരു ആക്സസിംഗ് ഓഫീസറിന്റെ കേസ് വേറൊരു സബോർഡിനേറ്റ് ആക്സസിംഗ് ഓഫീസറിലേക്കോ ഓഫീസേഴ്സിനോ കൈമാറാനുള്ള പവർ ഡയറക്ടർ ജനറൽ, ചീഫ് കമ്മീഷണർ, കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിനാണ് ഉള്ളത്. അതേപോലെ ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ഈ ആക്സസിംഗ് ഓഫീസർക്ക് അതായത് ചില സിറ്റുവേഷനിൽ ഒരു ആക്സസിംഗ് ഓഫീസറിന്റെ കേസ് വേറൊരു ആക്സസിംഗ് ഓഫീസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ കൺട്രോൾ ഡയറക്ടർ ജനറലിൻ്റെയോ ചീഫ് കമ്മീഷണറിൻ്റെയോ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൻ്റെയോ അണ്ടറിൽ വരാതിരിക്കും. അങ്ങനെ ഒരു ടൈമിൽ ഹയർ അതോറിറ്റീസ് ഈ ഒരു കാര്യത്തിനോട് മ്യൂച്വലി എഗ്രി ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു ട്രാൻസ്ഫർ അവിടെ നടത്താൻ സാധിക്കൂ. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ഇപ്പോൾ ഹയർ അതോറിറ്റീസ് ഈ ഒരു ട്രാൻസ്ഫറിനെ എഗ്രി ചെയ്യാതിരിക്കുകയാണെങ്കിൽ ബോർഡ് ഓതറൈസ് ചെയ്യുന്ന അതോറിറ്റീസിന് ഈ ഒരു ഓർഡർ പാസ് ചെയ്യും, അതായത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓർഡർ പാസ് ചെയ്യാം. അതേപോലെ നമ്മൾ ഒരു ആക്സസിംഗ് ഓഫീസറിന്റെ കേസ് വേറൊരു ആക്സസിംഗ് ഓഫീസറിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവിടുത്തെ ആക്സസീസിൻ്റെ അടുത്ത് ഇതൊന്ന് ഇൻഫോം ചെയ്യണം. പക്ഷെ വേറൊരു കേസിൽ, അതായത് ഇപ്പോൾ ആക്സസിംഗ് ഓഫീസറിന്റെ കേസ് സെയിം സിറ്റിയിലോ ലൊക്കാലിറ്റിയിലേക്കോ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ആക്സസീസിൻ്റെ അടുത്ത് അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ പറയുന്നത്, ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് കേസ് ഏതൊരു സ്റ്റേജിലും നടത്താം. പ്രൊസീഡിങ്സ് നടത്തുമ്പോൾ ഉള്ള ഏതൊരു സ്റ്റേജിലും ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് കേസ് നടത്താം. നെക്സ്റ്റ് ടോപ്പിക്, ചേഞ്ച് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റി സെക്ഷൻ 129. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ഇൻകം ടാക്സ് അതോറിറ്റി അനദർ ഇൻകം ടാക്സ് അതോറിറ്റീനെ സക്സീഡ് ചെയ്യുകയാണെങ്കിൽ ഈ സക്സീഡ് ചെയ്യുന്ന ഇൻകം ടാക്സ് അതോറിറ്റി ഈ പ്രെഡിസിസർ ഇൻകം ടാക്സ് അതോറിറ്റീസിന്റെ പ്രൊസീഡിങ്സും കൂടി കണ്ടിന്യൂ ചെയ്യണം. ഇനി നമ്മൾ ജനറൽ പവർ ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ് നോക്കുന്നത്. ജനറൽ പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഫസ്റ്റ് പവർ റിലേറ്റിംഗ് ടു ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എവിഡൻസ്. പവർ റിലേറ്റിംഗ് ടു ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എവിഡൻസ്. ഈ ഒരു പവർ വെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആക്സസിംഗ് ഓഫീസർ, ജോയിന്റ് കമ്മീഷണർ, ചീഫ് കമ്മീഷണർ, കമ്മീഷണർ, ഇവർക്കാണ് ഈ ഒരു പവർ ഉള്ളത്. ഈ ഒരു പവറിന്റെ അണ്ടറിൽ വരുന്ന മാറ്റേഴ്സ് എന്തൊക്കെയാ വിചാരിച്ചാൽ, എ ഡിസ്കവറി ആൻഡ് ഇൻസ്പെക്ഷൻ, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സോ ഡോക്യുമെന്റ്സോ ഇൻസ്പെക്ട് ചെയ്യുക, അത് ഇൻഫോർമേഷൻ ഡിസ്കവർ ചെയ്യുക, അതൊക്കെയാണ് ഇതിന്റെ അണ്ടറിൽ വരിക. ബി ടു എൻഫോഴ്സ് എനി പേഴ്സൺ ഫോർ അറ്റൻഡൻസ് ആൻഡ് എക്സാമിനിങ് ഹിം ഓൺ ഓത്ത്, അതായത് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ പറയുകയും ആ ഒരു പേഴ്സൺ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സാമിൻ ചെയ്യാനുള്ള പവറും ഈ കൺസേൺഡ് അതോറിറ്റീസിനുണ്ട്. പിന്നെ ഇഷ്യൂയിങ് കമ്മീഷൻ. പിന്നെ ഡി പറയുന്ന കമ്പല്ലിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് അതർ ഡോക്യുമെന്റ്, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഡോക്യുമെന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുക. ഇൻ സെക്കൻഡ് പോയിന്റ്, പവർ ഓഫ് സെർച്ച് ആൻഡ് സ്വീസ്. പവർ ഓഫ് സെർച്ച് ആൻഡ് സ്വീസ്. സ്വീസ് എന്ന് പറയുമ്പോൾ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു അർത്ഥമൊക്കെ വരിക. അപ്പോൾ ഈ ഒരു പവർ എപ്പോഴാണ് എക്സസൈസ് ചെയ്യുക വിചാരിച്ചാൽ, അതോറിറ്റീസ് ഇപ്പോൾ പവർ ഓഫ് സെർച്ച് ആൻഡ് സ്വീസ്, ഈ ഒരു പവർ എപ്പോഴാണ് എക്സസൈസ് ചെയ്യാന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ സപ്പോസ് ആരെങ്കിലും അക്കൗണ്ടിൽ കാണിക്കാത്ത അസറ്റ്സ് മറ്റും കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് അതോറിറ്റീസിന് അറിയുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഇങ്ങനെ ഒരു സെർച്ച് ആൻഡ് സ്വീസർ നടക്കുക. അപ്പോൾ ഈ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള അസറ്റ് പിടിച്ചെടുത്ത് കൊണ്ടുപോകാനുള്ള റൈറ്റ് ഇൻകം ടാക്സ് അതോറിറ്റീസിനുണ്ട്. പിന്നെ റിക്വസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഡയറക്ടർ ജനറൽ, കമ്മീഷണർ, ചീഫ് കമ്മീഷണർ, ഇവർക്കാണ് ഈ ഒരു റൈറ്റ് ഉള്ളത്, ഈ ഒരു പവർ ഉള്ളത്. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഏതെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സോ ഡോക്യുമെന്റ്സോ
പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുകയും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഫെയിൽ ആവുന്ന അവസരത്തിൽ ആ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സും മറ്റും കസ്റ്റഡിയിൽ എടുക്കാൻ ഈ കൺസേൺഡ് അതോറിറ്റീസിന് റൈറ്റ് ഉണ്ട്. ഫോർത്ത് പോയിന്റ് പറയുന്നത് പവർ ടു കോൾ ഫോർ ഇൻഫോർമേഷൻ. കമ്മീഷണർ, ആക്സസിംഗ് ഓഫീസർ, ജോയിന്റ് കമ്മീഷണർ ഇവർക്കാണ് ഈ ഒരു പവർ ഉള്ളത്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ കൺസേൺഡ് അതോറിറ്റീസിന് എവിടെ നിന്നാണോ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യേണ്ടത്, അതായത് ഫേം എന്നാവട്ടെ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നാവട്ടെ, ഒരു ആസസീൻ്റെ അടുത്ത് നിന്നായിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റീൻ്റെ അടുത്ത് നിന്നായിരിക്കട്ടെ, അവർക്ക് എവിടെ നിന്നാണോ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യേണ്ടത് അവിടുന്ന് അവർക്ക് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇൻ കേസ് ഫേമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫേമിൻ്റെ ആ ഫേമിലുള്ള റിട്ടേൺസ്, അവിടുത്തെ പാർട്ട്നേഴ്സിൻ്റെ അഡ്രസ്സ്, നെയിംസ്, അവരുടെ ഷെയർസ് എത്രയാണ്, ഇങ്ങനത്തെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീൻ്റെ കേസിലാകുമ്പോൾ അവരെ റിട്ടേൺസ്, അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ നെയിംസ് ആൻഡ് അഡ്രസ്സ്, പിന്നെ മാനേജറെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, ഇതൊക്കെ കളക്ട് ചെയ്യാം. അതേപോലെ തന്നെ ട്രസ്റ്റീസ്, ഗാർഡിയൻ, ഏജൻറ്റ്സ് അവരുടെ അടുത്തു നിന്നൊക്കെ ആവശ്യമുള്ള അതായത് ഈ അതോറിറ്റീസിന് റെലവൻ്റ് ആയിട്ട് ഇവരുടെ പ്രൊസീഡിങ്സിന് റെലവൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാം. ഇനി പവർ ഓഫ് സർവേ. പവർ ഓഫ് സർവേയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടു ഡിസ്കവർ ന്യൂ ആക്സസീസ്, ടു കളക്ട് യൂസ്ഫുൾ ഇൻഫോർമേഷൻ ഫോർ ദി പർപ്പസ് ഓഫ് അസസ്മെന്റ്, to verify that the assessee who claims not to maintain any books of accounts is in fact maintaining the books, to check whether the books are maintained reflect the correct statement of affairs. അതായത് ന്യൂ ആസസീസിനെ ഡിസ്കവർ ചെയ്യാം, പിന്നെ എന്താണ് പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം. ഏതെങ്കിലും ആസസീസ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യുക. അതേപോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രോപ്പർ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടോ എന്ന് നോക്കാനുള്ള റൈറ്റും ഈ കൺസേൺഡ് അതോറിറ്റീസിനുണ്ട്. സിക്സ്ത് പോയിന്റ് പറയുന്നത് കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ. ഇതിലും പറയുന്നത് എന്താണ്, ഇൻഫോർമേഷൻ അതായത് റെലവൻറ്റ് പ്രൊസീഡിങ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ ഇൻകം ടാക്സ് അതോറിറ്റീസിന് റൈറ്റ് ഉണ്ട്. അതായത് അവർക്കൊരു ബിൽഡിംഗ് നിന്നാണോ ഏതെങ്കിലും പ്ലേസ് നിന്നാണോ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ എൻ്റർ ചെയ്തിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം. സെവൻത്ത്, ആപ്ലിക്കേഷൻ ഓഫ് റീറ്റെയിൻ അസറ്റ് സ്വീസ്. അതായത് എന്തെങ്കിലും ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് അതോറിറ്റീസ്, അതായത് ലയബിലിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് അതോറിറ്റീസ് ഏതെങ്കിലും പേഴ്സൻ്റെ അസറ്റ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അസറ്റ് തിരിച്ചെടുക്കാനുള്ള ആപ്ലിക്കേഷൻ ആ ഒരു പേഴ്സണ് കൺസേൺ അതോറിറ്റീസിന് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ആ കൺസേൺ അതോറിറ്റീസിന് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ 120 ഡേയ്സിൻ്റെ ഉള്ളിൽ ആ എക്സിസ്റ്റിംഗ് ലയബിലിറ്റി മീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന അസറ്റ് ഈ പേഴ്സണ് തിരിച്ചു കൊടുക്കും. എയ്ത്ത്, പവർ ടു ഇൻസ്പെക്ട് രജിസ്റ്റേഴ്സ് ഓഫ് കമ്പനീസ്. അതായത് കമ്പനീസിൻ്റെ രജിസ്റ്റേഴ്സ് മറ്റും ഇൻസ്പെക്ട് ചെയ്യാനുള്ള പവർ. ഇനി പ്രൊസീഡിങ്സ് ബിഫോർ IT അതോറിറ്റീസ് ടു ബി ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്. അതായത് ഈ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് ലീഗൽ പ്രൊസീഡിങ്സ് ആയിരിക്കണം. ഇനി നമുക്ക് പവർ ഓഫ് CBDT നോക്കാം. പവേഴ്സ് ഓഫ് CBDT. CBDT എന്ന് പറയുന്നത് ഹയസ്റ്റ് എക്സിക്യൂട്ടീവ് അതോറിറ്റി ആണ്. അതേപോലെ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്. ഇവർ നമുക്കിനി പവേഴ്സ് ഓഫ് CBDT നോക്കാം. ഇത് ഹയസ്റ്റ് എക്സിക്യൂട്ടീവ് അതോറിറ്റി ആണ്. അതേപോലെ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പെക്സ് ബോഡിയാണ്. സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963 അണ്ടറിലാണ് ഇവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ഇൻ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ ഒരു പാർട്ടാണ്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുമാണ് CBDT. ഇനി പവേഴ്സ് ഓഫ് CBDT. ഫസ്റ്റ് വൺ,
ഫസ്റ്റ് വൺ, ഇറ്റ് ഡിക്ലെയർസ് ഇൻ അസോസിയേഷൻ എക്സെട്ര ആസ് കമ്പനി. അതായത് ഏതെങ്കിലും ഫേം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന് അതിനെ കമ്പനി ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള റൈറ്റ് CBDTക്കാണുള്ളത്. സെക്കൻഡ്, കണ്ടീഷൻ ഫോർ ലീവ് ട്രാവൽ കൺസെഷൻസ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ബോർഡ്. അതായത് ലീവ് ട്രാവൽ കൺസെഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ബോർഡാണ്. തേർഡ്, ഹൗസ് റെന്റ് അലവൻസ് ലിമിറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ എക്സംഷൻസ്. അതായത് ഈ ഹൗസ് റെന്റ് അലവൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സംഷൻ ലിമിറ്റ് മറ്റും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് CBDT ആണ്. ഫോർത്ത് പോയിന്റ്, വാരിയസ് റൂൾസ് ആൻഡ് ലിമിറ്റ്സ് under section 11 and 12A regarding charitable institution and their registration are prescribed by the board. അതായത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസും ലിമിറ്റ്സും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ബോർഡാണ്. ഫിഫ്ത്ത്, റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ആർ ഡിറ്റർമൈൻഡ് ബൈ ദി ബോർഡ് അണ്ടർ സെക്ഷൻ 32. അതായത് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ബോർഡാണ്. സിക്സ്ത്, prescribed authorities are named by the board under section 35 CCA and 35 CCB. അതായത് അതോറിറ്റീസിനെയൊക്കെ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റീസിനൊക്കെ നെയിംസ് ഗ്രാൻഡ് ചെയ്യുന്നത് ബോർഡാണ്. സെവൻത്ത്, ദ ബോർഡ് പ്രിസ്ക്രൈബ്ഡ് കേസസ് where payment exceeds Rs 10,000 could be made in cash under section 40A subsection 3. അതായത് എന്തേലും പെനാൽറ്റീസ് അല്ലെങ്കിൽ എന്തേലും പേയ്മെൻറ്റ്സ് 10,000-ന്റെ മുകളിലാണ് വരുന്നെങ്കിൽ അത് ക്യാഷ് ആയിട്ട് വേണോ അല്ലാതെയാണോ വേണ്ടതെന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ബോർഡാണ്. ഇനി എയ്ത്ത്, ദ ബോർഡ് നോട്ടിഫൈസ് പ്രൊഫഷൻസ് ആൻഡ് പേഴ്സൺസ് ഹു ഹാവ് ടു മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് ആരൊക്കെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സും മറ്റും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് നോട്ടിഫൈ ചെയ്യുന്നത് ബോർഡാണ്. Ninth, the conditions governing the reference to the valuation officers are prescribed by the board. അതായത് വാല്യുവേഷൻ ഓഫീസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ബോർഡാണ്. ടെൻത്ത്, ടു സ്പെസിഫൈ പെർമനന്റ് ഡിസബിലിറ്റി ഓർ മെന്റൽ റിട്ടാർഡേഷൻ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80DD. അതായത് ഈ പെർമനന്റ് ഡിസേബിലിറ്റിയും മെന്റൽ റിട്ടാർഡേഷൻ ഉള്ള പേഴ്സൺസിനുള്ള ഡിഡക്ഷൻസ് മറ്റും സ്പെസിഫൈ ചെയ്യുന്നത് ബോർഡാണ്. 11th, rules for deduction under section 80GG on account of rent payable by the assessee are formulated by the board. അതായത് റെന്റ് പേയബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസും ഡിഡക്ഷൻസും ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുന്നത് ബോർഡാണ്. ഇനി ഫോം ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് റൂൾസ് റിലേറ്റിംഗ് thereto are also prescribed by the board under section 80HH, 80HHA, 80HHB, 80HHC ആൻഡ് 80HHD. അതായത് ഓഡിറ്റ് റിപ്പോർട്ട്സിൻ്റെ ഫോംസ് അതുമായി റിലേറ്റഡ് ചെയ്യുന്ന റൂൾസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ബോർഡാണ്. 13, relief under section 89 is prescribed by the board in cases where arrears of salary is received. അതായത് റിലീഫ് അണ്ടർ സെക്ഷൻ 89 വരുന്ന റിലീഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ബോർഡാണ്. പിന്നെ 14th പറയുന്നത് ദ ബോർഡ് അസൈൻസ് പ്രോപ്പർ ജൂറിസ്ഡിക്ഷൻ ഓൺ ഇൻകം ടാക്സ് അതോറിറ്റീസ്. അതായത് ഇൻകം ടാക്സ് അതോറിറ്റീസിനുള്ള വർക്ക്സും ഏരിയയും ഒക്കെ അസൈൻ ചെയ്യുന്നത് ബോർഡാണ്. 15, in case of clash of jurisdiction between various authorities, it solves the issues under section 124 subsection 2. അതായത് അതോറിറ്റീസ് തമ്മിൽ എന്തെങ്കിലും ക്ലാഷസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫൈനൽ സൊല്യൂഷൻ കൊണ്ടുവരുന്നത് ബോർഡാണ്. 16, it authorizes particular income tax authorities to conduct a search. അതായത് സെർച്ച് കണ്ടക്ട് ചെയ്യാൻ അതോറിറ്റീസിനെ ഓതറൈസ് ചെയ്യുന്നത് ബോർഡാണ്. അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ പറഞ്ഞ 16ഉം സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിന്റെ പവേഴ്സ് ആണ്. ഇനി സെക്കൻഡ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഡയറക്ടർ ജനറൽ ഓർ ഡയറക്ടർ. 6 പവേഴ്സ് ആണ് പറയുന്നത്. ഡയറക്ടർ ജനറലിന് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇവര് CBDT അസൈൻ ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടത്. ഇനി ഇവരുടെ പവേഴ്സ്, ഒന്ന് ഗിവ് ഇൻസ്ട്രക്ഷൻ ടു ഇൻകം ടാക്സ് ഓഫീസേഴ്സ്. ഇൻകം ടാക്സ് ഓഫീസേഴ്സിന് ഇൻസ്ട്രക്ഷൻ നൽകണം. പിന്നെ ടു എൻക്വയർ ഓർ ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു കൺസീൽമെന്റ്, അതായത് എൻക്വയറിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനോ നടത്താനുള്ള പവർ. പിന്നെ സെർച്ച് ആൻഡ് സ്വീസ്. പിന്നെ പറയുന്നത് റിക്വസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പിന്നെ സർവേ. പിന്നെ ടു മേക്ക് എനി എൻക്വയറി.
അപ്പോൾ ഈ 6 എന്നാണ് ഡയറക്ടർ ജനറലിൻ്റെയും ഡയറക്ടറിൻ്റെയും പവർ.